ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും സ്പ്ലെൻഡിഡ് ഡേയ്സിൻ്റെ മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഒരു റീപോട്ടിംഗ് വീഡിയോ ആണ്. അതായത് ഈ ഒരു സാൻസവേരിയ പ്ലാന്റ്, ഓവർഗ്രോൺ ആയ ഈ സാൻസവേരിയ പ്ലാന്റിനെ നമ്മളൊന്ന് മാറ്റി നടുകയാണ്. അപ്പോൾ റീപോട്ടിംഗ് ടൈമിൽ നമ്മൾ എന്തൊക്കെ ശ്രദ്ധിക്കണം എന്നൊക്കെ ഈ വീഡിയോയിൽ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നുണ്ട്. അപ്പോൾ ആരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ ഫുള്ളായിട്ട് കാണുക. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ഫ്രണ്ട്സ് ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ടും കൂടി ചെയ്യാം. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ ഈ ഒരു സാൻസവേരിയ പ്ലാന്റ് ഒരു വർഷം മുമ്പൊക്കെ നമ്മൾ പോട്ട് ചെയ്തതാണ്. അപ്പോൾ ഇത് അത്യാവശ്യം നല്ല വലുതായിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു പോട്ടിൽ നിന്ന് പുറത്തേക്ക് വന്ന് നിൽക്കുന്നുണ്ട്. ഇതൊരു 5-6 മാസം മുമ്പുള്ള ഒരു ഫോട്ടോ ആണ് ഈ ഒരു പ്ലാന്റിന്, സെയിം പ്ലാന്റിന് തന്നെ. അപ്പോൾ നമ്മൾ ഇന്ന് വേറൊരു ഒരു തൈ കൂടി നടുന്നുണ്ട്. ഇത് നമ്മൾ അതുപോലെ തന്നെ ഒരു ലീഫിൽ നിന്ന് പ്രൊപ്പഗേറ്റ് ചെയ്തെടുത്ത ഒരു ബേബി പ്ലാന്റ് ആണ്. അപ്പോൾ നമ്മൾ എങ്ങനെയാണ് സാൻസവേരിയ പ്രൊപ്പഗേറ്റ് ചെയ്തെടുക്കുന്നതെന്ന്, വാട്ടർ പ്രൊപ്പഗേഷൻ മെത്തേഡൊക്കെ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ സാൻസവേരിയയുടെ ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു കുഞ്ഞ് ബേബി പ്ലാന്റും കൂടി നമ്മളിന്ന് മണ്ണിലേക്ക് നടണമെന്നാണ് വിചാരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ ആ വീഡിയോ കണ്ടിട്ടില്ലെങ്കിൽ അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. അതിൽ പ്രൊപ്പഗേഷനൊക്കെ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി ഇതൊന്ന് വേറൊരു ചട്ടിയിലേക്ക് നടാം. അപ്പോൾ ഈ പ്ലാന്റിനെ ഇത് ശരിക്കും വളർന്നിട്ട് പിന്നെ ഒന്ന് ചെരിഞ്ഞിട്ട് അതിൽ നിന്ന് പിന്നെ സ്ട്രെയിറ്റ് ആയിട്ട് വളർന്നുകൊണ്ട് ഒരു വളവുണ്ട് ഈ ചെടിക്ക്. അപ്പോൾ ഞാൻ ഈ ഒരു പ്ലാന്റ് മൊത്തമായിട്ട് മാറ്റി നടാമെന്നാണ് ആദ്യം വിചാരിച്ചത്. പക്ഷേ ഇനി അത് അങ്ങനെ നടാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. അപ്പോൾ ഇതിൽ കുറച്ച് സ്റ്റോൺസ് ഒക്കെ ഉണ്ട്. എൻ്റെ മോനാണത് പെയിൻറ്റ് ചെയ്തത്. അപ്പോൾ അതൊക്കെ ഒന്ന് എടുത്ത് മാറ്റിയിട്ട് വേര് പൊട്ടാതെ നമുക്ക് ഈ ഒരു പ്ലാന്റിനെ മെല്ലെ ഇളക്കിയെടുക്കാം. വേര് പൊട്ടാതെ ശ്രദ്ധിക്കാം. ഓക്കെ, മെയിൻ വേര് പൊട്ടിയിട്ടില്ല. പിന്നെ കുറേ ചെറിയ വേര്, അത്ര ഡീപ്പായിട്ട് വേരുള്ള ഒരു ചെടിയല്ല ഇത്. സാൻസവേരിയ പ്ലാന്റ് വളരെ ഈസിയാണ് വളർത്തിയെടുക്കാൻ വേണ്ടിയിട്ട്. ഒരുപാട് ബെനിഫിറ്റ്സ്, അതായത് ഒരുപാട് അഡ്വാൻറ്റേജസ് ഉണ്ട്. നമുക്ക് ഗാർഡനിങ്ങിൽ അത്ര ഡെയിലി കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റാത്തവർക്കൊക്കെ വളരെ ഹെൽപ്ഫുള്ളായിട്ടുള്ള ഒരു പ്ലാന്റാണിത്. നമുക്ക് വാട്ടറിങ് ആണെങ്കിലും പിന്നെ കെയർ ആണെങ്കിലും ഒക്കെ വളരെ കുറച്ച് മതി. ഈ പോട്ടിംഗ് മിക്സ്ചർ വലിയ കുഴപ്പമൊന്നുമില്ല. ഇതിൽ തന്നെയാണ് വീണ്ടും റീപോട്ട് ചെയ്യാൻ പോകുന്നത്. ഈ ഒരു പോട്ടിംഗ് മിക്സ്ചർ തന്നെയാണ് റീപോട്ട് ചെയ്യാൻ പോകുന്നത്. വല്ലാതെ ഉറച്ച് പോയിട്ടൊന്നുമില്ല, ഇളക്കമുള്ള മണ്ണ് തന്നെയാണ്. മണ്ണും ചാണകപ്പൊടിയും കൂടി മിക്സ് ചെയ്തിട്ടാണ് ഇത് നട്ടിരുന്നത്. അപ്പോൾ നമുക്ക് ഇതിന് അഡീഷണലായിട്ട് കുറച്ചുകൂടി ചാണകപ്പൊടി കൊടുക്കേണ്ടി വരും. കാരണം അതിൻ്റെ വളക്കൂറൊക്കെ പോയിട്ടുണ്ടാവുമല്ലോ. അപ്പോൾ അങ്ങനെ ചെയ്തിട്ട് നമുക്ക് ഈ ഒരു പോട്ടിംഗ് മിക്സ്ചർ തന്നെ ഒന്ന് ഈ പ്ലാന്റ് റീപോട്ട് ചെയ്തെടുക്കാം. ഓരോ ചെടിക്കും പോട്ടിംഗ് മിക്സ്ചർ തിരഞ്ഞെടുക്കുമ്പോഴും അതിൻ്റെ വാട്ടറിങ്ങും കാര്യങ്ങളൊക്കെ ഡിഫറെൻ്റ് ആണ്. ഓരോന്നും 1 to 1 ഡിഫറെൻ്റ് ആണ്. അപ്പോൾ നമ്മൾ ഓരോ പ്ലാന്റിനനുസരിച്ച് വേണം അതിൻ്റെ പോട്ടിംഗ് മിക്സ്ചർ റെഡിയാക്കാനും ചെടി നടാനും പരിചരിക്കാനും ഒക്കെ. അപ്പോൾ നമ്മൾ പ്ലാന്റ് ഇൻട്രൊഡക്ഷൻ അല്ലെങ്കിൽ പ്ലാന്റ് കെയർ സീരീസ് ആയിട്ട് കുറച്ച് വീഡിയോസ് ചെയ്തിട്ടുണ്ട് നമ്മൾ. അപ്പോൾ അതിൽ ഓരോ പ്ലാന്റിനെയും കെയർ സെപ്പറേറ്റ് ആയിട്ട് പറയുന്നുണ്ട്. അപ്പോൾ അതൊന്നും നിങ്ങൾ കണ്ടിട്ടില്ലേ, കണ്ടു നോക്കുക. അതിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള പ്ലാന്റിൻ്റെയൊക്കെ ഉണ്ടാവും. അപ്പോൾ അത് നിങ്ങൾക്ക് ഫോളോ ചെയ്യാനും പറ്റും. അപ്പോൾ ഇതിൽ ഞാനിങ്ങനെ ചാണകപ്പൊടി കുറച്ചുകൂടെ ആഡ് ചെയ്യുകയാണ്. മണ്ണും ചാണകപ്പൊടിയും കൂടി മിക്സ് ചെയ്ത് എടുത്തു വെച്ചതാണ്. ചാണകപ്പൊടി മാത്രം നമ്മൾ എടുത്തു വയ്ക്കുകയാണെങ്കിൽ അത് ക്ലൈമറ്റും ഒക്കെ ആയിട്ട് വല്ല ഇതൊക്കെ എഫക്റ്റൊക്കെ ഉണ്ടായിട്ട് ചിലപ്പോൾ പൂത്തു പോകും. അപ്പോൾ ഇങ്ങനെ മണ്ണ് കുറച്ച് മിക്സ് ചെയ്തിട്ട് എടുത്തു വയ്ക്കുകയാണെങ്കിൽ നമുക്ക് കുറച്ചുകൂടെ കാലം അത് സൂക്ഷിച്ച് വയ്ക്കാൻ പറ്റും. അപ്പോൾ അത് ഇതിലായിട്ട് മിക്സ് ചെയ്തിട്ട് നമ്മൾ നടാൻ പോവുകയാണ്. അപ്പോൾ ഈ ഒരു പോട്ടാണ് ഞാൻ എടുത്തിട്ടുള്ളത്. കുറച്ചുകൂടെ വലിയ പോട്ടാണ്, വീതിയും വിസ്താരവും ഒക്കെ ഉണ്ട്. ആദ്യം പറ്റിയൊരു അബദ്ധം ഇനി പറ്റരുതല്ലോ. മറ്റേ നമ്മുടെ നോർമൽ സാൻസവേരിയ പ്ലാന്റ് ആണെങ്കിൽ ഇങ്ങനെ നീളത്തിൽ പോകുന്നതുകൊണ്ട് നമുക്ക് ഏത് തരത്തിലുള്ള പോട്ട് യൂസ് ചെയ്യാം. ഇത് കുറച്ചൊരു ഫ്ലവറി ടൈപ്പ് ആയതുകൊണ്ടാണ് ഒരു വലിയ പോട്ട് തന്നെ നമുക്ക് ആവശ്യമായിട്ട് വരേണ്ടത്. സാധാരണ ഞാൻ ചട്ടിയുടെ അടിയിൽ ഓടും കഷ്ണോ അല്ലെങ്കിൽ കല്ലുകളോ ഉരുളൻകല്ലുകളോ കരിയിലയോ ഒക്കെ ഇട്ടതിന് ശേഷം അല്ലെങ്കിൽ ചകിരി ഒക്കെ ഇട്ടതിന് ശേഷമാണ് നടക്കാറ്. ഇതിൽ പിന്നെ അങ്ങനെയൊന്നും ചെയ്യുന്നില്ല. സാൻസവേരിയയ്ക്ക് അതിൻ്റെ ഒന്നും ആവശ്യമില്ല. കാരണം മണ്ണ് നനവ് നിൽക്കേണ്ട മണ്ണ് ഒന്നുമല്ല. അതുകൊണ്ട് ചകിരിച്ചോറ് ചേർക്കേണ്ട ആവശ്യം തന്നെ ഇല്ല. നമുക്ക് ഈ പോട്ടിംഗ് മിക്സ്ചർ അങ്ങനെ തന്നെ നിറച്ച് കൊടുക്കാം.
ഇപ്പോൾ കോവിഡിൻ്റെ ഒരു എഫക്റ്റിലായതുകൊണ്ട് ഇപ്പോൾ ക്വാറൻറ്റൈനിലിരിക്കുന്ന ഒരു സമയമായതുകൊണ്ട് എനിക്ക് കുറച്ചൊക്കെ ടൈമുണ്ട്. അപ്പോൾ ഗാർഡൻ ഒന്നുകൂടെ ഒന്ന് ശ്രദ്ധിക്കാനുള്ള ടൈം കിട്ടി. അപ്പോൾ ഈ ഒരു പ്ലാന്റിനെ തൈയാണ് നമ്മൾ നടുന്നത്. അതും ഇതുപോലെ ഇളക്കിയെടുക്കുക. നമ്മളൊരു പ്രൊപ്പഗേറ്റ് ചെയ്തൊരു തൈ ഉണ്ടായി വരാൻ അത്യാവശ്യം ഒരു 3 മാസം മുതൽ 5-6 മാസം വരെയൊക്കെ വേണ്ടി വരും. വാട്ടർ പ്രൊപ്പഗേഷനൊക്കെ ആണെങ്കിൽ പ്രത്യേകിച്ച് 2-3 മാസമൊക്കെ നമുക്ക് ആവശ്യമുണ്ടാവും. അപ്പോൾ ഒരു കുഴി പോലെ കുഴിച്ചിട്ട് നമ്മളതിൽ ഇതിറക്കി വയ്ക്കുക. കുറച്ചുകൂടെ മണ്ണ് വേണം. ഇന്ന് ഞാൻ പകുതിയെ നിറച്ചിട്ടുള്ളൂ പോട്ടിൻ്റെ. പിന്നെ ഇനി ചെടി വളരുന്നതനുസരിച്ച് നമുക്ക് ആവശ്യത്തിനനുസരിച്ച് ഇട്ട് കൊടുക്കാം. അത്യാവശ്യം ഈ പ്ലാന്റിന് വളരാനുള്ളൊരു സ്പേസ് ആ ചട്ടിയിൽ കൊടുക്കുക. നടുഭാഗത്ത് വെച്ച് നന്നായിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കണം ചെടി. അല്ലെങ്കിൽ നമ്മൾ വെള്ളം ഒഴിക്കുന്നവിടെ തന്നെ ചിലപ്പോൾ ഇളക്കം പറ്റിയാൽ, അല്ലെങ്കിൽ ഷിഫ്റ്റ് ചെയ്ത് മാറ്റി വെക്കുന്ന സമയത്തൊക്കെ ഇളക്കം പറ്റിയാൽ ചെടി പിന്നെ പിടിച്ച് കിട്ടില്ല. അപ്പോൾ ഏത് ചെടി നടുമ്പോഴും ഒന്നൊരു ചെറിയൊരു പ്രഷർ കൊടുത്തിട്ട് അതവിടെ ഉറപ്പിച്ച് വയ്ക്കാൻ ശ്രദ്ധിക്കുക. ഓക്കെ, ഇനി ഈ ഒരു പ്ലാന്റിൽ നിന്ന് നമുക്ക് മുകൾ ഭാഗം, ആ ഒരു ഭാഗം കട്ട് ചെയ്തിട്ട് വെക്കണം. കുറച്ച് ടൈം എടുക്കും. സാധാരണ പ്ലാന്റിനേക്കാളും ഗ്രോ ചെയ്യാൻ ഇതിലൂടെ ടൈം എടുക്കും. എന്നാലും കുഴപ്പമില്ല, അത് വളർന്നോളും. ഈ ഒരു ഭാഗം എടുക്കുന്നു. അത്യാവശ്യം ഈ വളവുള്ള ഭാഗത്തെ ലീഫൊക്കെ നമുക്ക് കളയാം. അത് ആവശ്യമില്ല. കളയാൻ മീൻസ് അത് നമുക്ക് വീണ്ടും വേറെ പ്രൊപ്പഗേറ്റ് ചെയ്തെടുക്കാൻ പറ്റും. ഓക്കെ, ഇതിൽ വേര് വന്നിട്ടുണ്ട് കുറച്ചൊക്കെ. ഇത് നമുക്ക് നട്ടു കൊടുക്കാം. ഇതിന് ഞാനിങ്ങനെ ഒരു ചട്ടിയാണ് എടുത്തിട്ടുള്ളത്. അതിലും അതുപോലെ തന്നെ നിറയ്ക്കുക. കുറച്ച് കട്ട, മണ്ണും കട്ടയൊക്കെ അടിയിലിടുക, വെള്ളം ഓടാൻ എളുപ്പത്തിന്. പിന്നെ കുറച്ച് ആദ്യത്തേൽ ചകിരി ബാക്കിയുള്ളതിട്ടു. ഈ ഒരു പോട്ടും പകുതിയോളം നമ്മൾ നിറയ്ക്കുന്നുണ്ട്. പ്ലാന്റ് ഒന്ന് ചെരിഞ്ഞ് നിൽക്കുന്നതായതുകൊണ്ട് അതൊന്ന് ഇറക്കി ആഴ്ത്തി കറക്റ്റ് പൊസിഷനിലാക്കി വെച്ച് കൊടുക്കുക. എന്നിട്ടൊന്ന് അമർത്തുക. സാധാരണ ചെടിയൊക്കെ നടുന്ന പോലെ തന്നെ. മണ്ണിട്ട് കൊടുക്കുമ്പോൾ ഇലകൾക്ക് ഇടയിലൊക്കെ ഇരിക്കുന്നതൊക്കെ മാറ്റി കൊടുക്കണം. ഇല കേട് വന്നാൽ തണ്ടിനും ചീയൽ വന്ന് അങ്ങനെ നമുക്ക് നശിച്ചു പോവും. അപ്പോൾ നമ്മൾ നട്ടതിന് ശേഷം വെള്ളം ഒഴിക്കുമ്പോഴാണെങ്കിലും ഒന്ന് ക്ലിയർ ചെയ്ത് ഒഴിക്കുക. ഇനി ഈ ലീഫ് നമ്മൾ ഇതെല്ലാം വാട്ടർ പ്രൊപ്പഗേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് എടുക്കുകയാണ്. 1-2 മാസത്തിനുള്ളിൽ തന്നെ അതിൽ വേര് വന്ന് ബേബി പ്ലാന്റ് വന്നു. ബാക്കിയുള്ള ഈ ചെടി ഞാൻ അങ്ങനെ മണ്ണിൽ വെക്കാം എന്നാണ് ഉദ്ദേശിക്കുന്നത്. വേരൊക്കെ ഉണ്ടല്ലോ, പിടിക്കും എന്നാണ് എൻ്റെ പ്രതീക്ഷ. ഇങ്ങനെ ഞാൻ ഡയറക്റ്റ്, അതായത് ഒരു തലപ്പില്ലാതെ വെച്ചിട്ടില്ല. നോക്കാം നമുക്ക്. ഇതൊരു പഴയ കപ്പാണ്. ഞാൻ ഒരുവിധം തൈകളൊക്കെ ഉണ്ടാക്കിയെടുക്കുന്നത് ഇങ്ങനത്തെ പൊട്ടിയ പാത്രങ്ങളിലൊക്കെയാണ്. പിന്നെ ഒന്ന് വലുതാവുമ്പോഴാണ് മാറ്റി നടാറ്. അപ്പോൾ നമ്മൾ വാട്ടർ പ്രൊപ്പഗേറ്റ് ചെയ്ത് വെച്ച കുഞ്ഞ് പ്ലാന്റിനെ ഇതിൽ വെക്കാമെന്നാണ് വിചാരിക്കുന്നത്. സെയിം മെത്തേഡിൽ തന്നെ, സെയിം പോട്ടിംഗ് മിക്സ്ചർ തന്നെ നമുക്ക് 3 ചെടിക്ക് വേണ്ടിയിട്ടുണ്ടായിരുന്നു. പിന്നെ ചെടി വളരുന്നതനുസരിച്ച് ഇനി മാറ്റി കൊടുത്താൽ മതിയല്ലോ. ഓക്കെ, നമ്മളിനി അത് 3 കഴിഞ്ഞിട്ടുണ്ട്. നമ്മൾ വാട്ടറിങ് ചെയ്യണം. നന്നായിട്ടൊന്ന് നനച്ചു കൊടുക്കണം. ചെറിയൊരു നനവുള്ള പോട്ടിംഗ് മിക്സ്ചർ ആയിരുന്നു, എന്നാലും
അത്യാവശ്യം നന്നായിട്ട് ഫസ്റ്റ് വാട്ടറിങ് ചെയ്യണം. വെള്ളം ഒഴിച്ചു കൊടുക്കുമ്പോൾ എപ്പോഴും ശ്രദ്ധിക്കുക, കുത്തി ഒഴിക്കരുത്. ചെടിക്ക് ഇളക്കം തെറ്റാതെ കൈ വെച്ചിട്ട് മാത്രം ഒഴിച്ചു കൊടുക്കുക. അല്ലെങ്കിൽ മറ്റേ സ്പ്രെയർ പോലത്തെ ഉണ്ടെങ്കിൽ കുറച്ചധികം നേരം ഒഴിക്കേണ്ടി വരും. അതായത് നമ്മുടെ പോട്ടിംഗ് മിക്സർ ഒന്ന് മൊത്തം നനഞ്ഞ് കിട്ടണം. ഇനി നനച്ച് കഴിഞ്ഞിട്ട് നമ്മൾ കുറച്ച് ദിവസം അത് ഒരു തണലിൽ വെക്കണം, ഷെയ്ഡിൽ വെക്കണം. എല്ലാ ചെടിയും അങ്ങനെ തന്നെ ഒരു 3-4 ദിവസം മിനിമം നമ്മൾ ഷെയ്ഡിൽ വെക്കുക. കൃത്യം അടിയിലൂടെയൊക്കെ വെള്ളം വന്നിട്ടുണ്ട്, അത്യാവശ്യം വെള്ളം ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഒരു ലീഫുകൾ പ്രൊപ്പഗേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ബോട്ടിൽ കട്ട് ചെയ്തെടുത്തൊരു ഗ്ലാസ്സാണ്, അതിലിട്ട് വയ്ക്കുകയാണ്. അതൊരു സൈഡിൽ വെച്ചാൽ അതൊരു ഭംഗിയാണ്. ലീഫൊക്കെ ഒരുമിച്ച് ഒരു ഫ്ലവറി ടൈപ്പിലൊക്കെ വയ്ക്കുകയാണെങ്കിൽ നമുക്ക് പ്രൊപ്പഗേറ്റ് ചെയ്ത് കിട്ടുകയും ചെയ്യും, ഒരു ഫ്ലവർ പോലെയൊക്കെ തോന്നുകയും ചെയ്യും. അപ്പോൾ നമ്മളിതെല്ലാം ഒന്ന് ഷെയ്ഡിൽ വെച്ചിട്ടുണ്ട്. അപ്പോൾ പറഞ്ഞ പോലെയൊക്കെ കെയർ ചെയ്യുക. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ ഒരു റീപോട്ടിംഗ് വീഡിയോ. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക, കമൻറ്റ് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ. ഇതിനു മുമ്പ് ഞാൻ ഇട്ട് വെച്ചിരുന്ന ഒരു ഇതാണ്, യെല്ലോ കളറുള്ള സാൻസവേരിയയുടെ 2-3 പീസസ് സ്ട്രൈറ്റ് ആയിട്ട് പോകുന്നതാണ്. അതിൻ്റെ അടിയിൽ വേരൊക്കെ വന്നിട്ടുണ്ട്. ഇതൊരു മിനിമം 2.5 മാസമൊക്കെ ആയിട്ടുണ്ടാവും ഇങ്ങനെ ഇട്ട് വെച്ചിട്ട്. നമ്മുടെ പോപ്കോണൊക്കെ കിട്ടുന്ന ഒരു ഗ്ലാസ്, അതിലാണ് വെള്ളം ഒഴിച്ചിട്ട് വെച്ചിട്ടുള്ളത്. അപ്പോൾ വീണ്ടും പുതിയ വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ്.